അത് ഡൽഹിയിലെ ശക്കർപൂരിൽ സഹപാഠിയുമായുള്ള തർക്കത്തെ തുടർന്ന് 14-കാരനെ കുത്തിക്കൊന്നു. രാജ്ഗീയ സർവോദയ ബാലവിദ്യാലയത്തിലെ വിദ്യാർത്ഥിയായിരുന്ന ഇഷു ഗുപ്തയാണ് കൊല്ലപ്പെട്ടത്. വെള്ളിയാഴ്ചയായിരുന്നു സംഭവം. സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത 5 പേർ ഉൾപ്പെടെ 7 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. എന്താണ് സംഭവിച്ചത് അജയ്? രഞ്ജിത്ത്, ഡൽഹിയിലുള്ള ശക്കർപൂരിലെ രാജ്കീയ സർവോദയ ബാൽ വിദ്യാലയത്തിലാണ് ഇത്തരത്തിലൊരു ദാരുണ സംഭവം ഉണ്ടായത്. അവിടെ എക്സ്ട്രാ ക്ലാസ് നടക്കുന്നതിനിടെ ഈ 14 വയസ്സുള്ള ഇഷ ഗുപ്ത എന്ന് പറയുന്ന വിദ്യാർത്ഥി തൻ്റെ സഹപാഠിയുമായിട്ട് തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു. അത് എക്സ്ട്രാ ക്ലാസിൻ്റെ ഇടയിൽ തന്നെ 2 വിദ്യാർത്ഥികൾ തമ്മിൽ ഒരു തർക്കം ഉണ്ടാവുകയായിരുന്നു. അതിനുശേഷം എക്സ്ട്രാ ക്ലാസ്സിന് ശേഷം ഈ വിദ്യാർത്ഥി, കൊല്ലപ്പെട്ട ഇഷ ഗുപ്ത എന്ന് പറയുന്ന കുട്ടി, സ്കൂളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിനിടെയായിരുന്നു ഈ തർക്കത്തിൽ ഏർപ്പെട്ട ആ ഒരു സഹപാഠിയും ആ സഹപാഠിയുടെ ഒപ്പമുള്ള സുഹൃത്തുക്കളും അതുപോലെ തന്നെ മറ്റ് ചിലരുമായിട്ട് ഈ ഇഷ ഗുപ്തയെ ആക്രമിക്കുന്നത്. മൊത്തത്തിൽ 7 പ്രതികളെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഈ ആക്രമണത്തിനിടെ ഈ അക്രമികളിൽ ഒരാൾ ഈ ഇഷ ഗുപ്തയുടെ തുടയിൽ കത്തികൊണ്ട് കുത്തുകയായിരുന്നു. വലത് തുടയിൽ കത്തികൊണ്ട് ആഴത്തിൽ മുറിവേൽപ്പിക്കുകയായിരുന്നു. അതിനുശേഷം ഈ കുട്ടി തന്നെ സ്കൂളിനകത്തേക്ക് പോവുകയും അധ്യാപകരുടെ സഹായം ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു. സ്കൂളിൽ വെച്ച് പ്രാഥമികമായിട്ടുള്ള ശുശ്രൂഷകൾ ഈ കുട്ടിക്ക് നൽകിയിരുന്നു. അതിനുശേഷം തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് ഈ ഇഷ ഗുപ്തയെ എത്തിക്കുന്നു. എന്നാൽ അമിതമായിട്ടുള്ള രക്തസ്രാവം കാരണം കുട്ടി കൊല്ലപ്പെടുകയായിരുന്നു. വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. അതിനുശേഷം പോലീസും ആന്റി നർക്കോട്ടിക് ടീമും പിന്നെ ഉൾപ്പെടെ സംയുക്തമായി നടത്തിയ തെരച്ചിലാണ് ഈ പ്രതികളെ കണ്ടെത്താൻ ആയത്. മൊത്തത്തിൽ 7 പേരെ നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇതിൽ 5 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. 19 പിന്നെ 39 വയസ്സുള്ള 2 പ്രതികളെ പോലീസ് അല്ലാതെ പിടികൂടിയിട്ടുണ്ട്. ഇവർക്ക് കുറ്റകൃത്യത്തിൽ എന്ത് തരം പങ്കാണെന്നുള്ള കാര്യം പോലീസ് നിലവിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ക്ലാസ് റൂമിൽ വെച്ച് തുടങ്ങിയ ചെറിയൊരു തരത്തിലുള്ള വഴക്കാണ് ഇത്തരത്തിലൊരു ക്രൂരമായിട്ടുള്ള കൊലപാതകത്തിലേക്ക് ഈ സഹപാഠിയായിട്ടുള്ള കുട്ടിയെ നയിച്ചത്. ഇപ്പോൾ നിലവിൽ ഇവർ പോലീസ് കസ്റ്റഡിയിലാണ്. ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഈ കുട്ടികൾ, ഈ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ള 5 പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇവർ ലഹരിക്ക് അടിമകളാണോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിൽ പോലീസ് പരിശോധിച്ച് വരികയാണ്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും അജയ്, ഇത് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ, കേവലം ഒരു സ്കൂളിൽ ഉയർന്ന തർക്കത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് പോകണമെങ്കിൽ അവർക്ക് ആ തരത്തിലുള്ള മാനസികാവസ്ഥ വേണം, അല്ലെങ്കിൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് വേണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി ഇവരാരെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണോ, ഇത്തരം കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ടാവുമല്ലോ. ഡൽഹിയിൽ ഞെട്ടിപ്പിച്ച ഒരു കൊലപാതകമായി പോയി ഇത്. ഇതിന്റെ തുടർ നടപടികൾ പോലീസ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളെല്ലാം പോലീസ് പരിശോധിച്ച് വരികയാണ്. ഈ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ള ഈ പ്രതികളും അതുപോലെ തന്നെ ഈ പ്രായപൂർത്തിയായ 19, 31 വയസ്സുള്ള പ്രതികളുമായിട്ട് ഇവർക്കുള്ള ബന്ധം, ഇത്തരത്തിൽ ഏത് തരത്തിലാണ് ഈ ആക്രമണം നടന്നത് എന്നുള്ള കാര്യം, ഈ പശ്ചാത്തലം ഉൾപ്പെടെ പോലീസ് പരിശോധിച്ച് വരുന്നുണ്ട്. ഇവരുടെ ഈ ലഹരി ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണോ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യങ്ങളും പരിശോധിച്ച് വരികയാണ്. അതുപോലെ തന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ നിലവിൽ നമ്മുടെ രാജ്യത്ത് വ്യാപകമായിട്ട് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കിടയിൽ ഈ കുറ്റകൃത്യ വാസന അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെ പറയാൻ സാധിക്കും. ഡൽഹിയിൽ തന്നെ ഫരീദാബാദിൽ വെച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ നടന്ന ഒരു സംഭവം പരിശോധിക്കുകയാണെങ്കിൽ അവിടെ +1 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി തൻ്റെ സഹപാഠിയുമായിട്ട് നടന്ന തർക്കത്തെ തുടർന്ന് ആ വിദ്യാർത്ഥി മറ്റ് ചിലരുമായിട്ട് വന്ന് ഈ കുട്ടിയെ കൊലപ്പെടുത്തുകയായിരുന്നു. അതൊരു മാർക്കറ്റിൽ വെച്ചാണ്, ഫരീദാബാദിലെ ഒരു മാർക്കറ്റിൽ വെച്ചാണ് ആ ദാരുണ കൊലപാതകം നടന്നത്. കൊല്ലപ്പെടുന്ന സമയത്ത് ഈ കുട്ടിയുടെ കൂടെ ആ കുട്ടിയുടെ സഹോദരിയും ഉണ്ടായിരുന്നു. ആ സഹോദരിക്ക് മുൻപിൽ വെച്ചാണ് ഇത്തരത്തിലൊരു ദാരുണമായിട്ട് അയാളെ കൊലപ്പെടുത്തുന്ന ഒരു ചുറ്റുപാടുമുണ്ടായത്. ഇതിന് ഉദാഹരണം നമ്മുടെ കേരളത്തിൽ തന്നെ കാണാൻ സാധിക്കും. ന്യൂ ഇയർ ദിവസം ഒരു യുവാവിനെ 14 അതുപോലെ തന്നെ 16 വയസ്സുള്ള കുട്ടികൾ ചേർന്ന് കുത്തി കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കിടയിൽ ലഹരിയുടെ ഉപയോഗം, അതിനെ തുടർന്നുണ്ടാകുന്ന കൊലപാതകങ്ങൾ, കുറ്റകൃത്യ വാസന എല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണം തന്നെയാണ് ഇന്നലെ ഡൽഹിയിൽ വെച്ച് നടന്ന ഈ ദാരുണമായിട്ടുള്ള സംഭവം. തുടയിൽ കുത്തേറ്റ് ഇഷ ഗുപ്ത വളരെ ചോര ഒലിപ്പിച്ച് വളരെ ഒരു ദാരുണമായിട്ടുള്ള ഒരു അന്ത്യമായിരുന്നു ഉണ്ടായത്. ക്ലാസ് റൂമിൽ വെച്ചുണ്ടായ ഒരു ചെറിയ തർക്കമാണ് ഇത്തരത്തിലൊരു വലിയ കൊലപാതകം ഉണ്ടാക്കാൻ കാരണമാക്കിയതെന്നുള്ളതാണ് മറ്റൊരു വിഷമിപ്പിക്കുന്ന കാര്യം. അതാണ് സാഹചര്യം. ഏതായാലും അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഡൽഹിയിലാണ് ദാരുണമായി സംഭവം ഉണ്ടായത്. ഇതിന്റെ മറ്റു കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ് പോലീസ്.